യേശുതമ്പുരാൻ തൻ്റെ ജീവനെ ക്രൂശിന്മേൽ യാഗമായി അർപ്പിച്ച ആ ദിനത്തെ ദുഃഖവെള്ളി എന്നാണോ അതോ സന്തോഷവെള്ളി എന്നാണോ അതോ വലിയ വെള്ളി എന്നാണോ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്? നല്ല ചോദ്യമാണിത്. ഞാനും ഇത് ആലോചിച്ചിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ അനിതര സാധാരണമായ സ്നേഹത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ക്രൂശിലെ മരണം അനുസ്മരിക്കുന്നതാകുന്നു ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഈ പറയുന്നത്. മനുഷ്യരാശിക്ക് പാപപരിഹാരം നീട്ടിത്തരുന്നു ദൈവം നടത്തുന്ന പരമോന്നത യാഗമാകുന്നു ഇത്. അതും സ്വപുത്രൻ്റെ, ഏകജാതനായ പുത്രൻ്റെ നീചവും നിഷ്ഠൂരവുമായ ക്രൂശ് മരണം മൂലം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ചങ്ങലയെ മുറിച്ച് നീക്കി കളയുന്ന യാഗം. പാപിക്ക് വേണ്ടി പാപമില്ലാത്തവൻ്റെ മറുവില എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. പിതാവും മനുഷ്യനുമായുള്ള ഭിത്തി, കോപം മൂലം ഉണ്ടായ ഈ ഭിത്തി ഇതുമൂലം നിരപ്പായി. കാൽവരിയിലെ യാഗം വിജയമായി മാറുന്നത് പാപത്തിൻ്റെയും മരണം മൂലവും സാത്താനെ ജയിക്കുന്നത് മൂലവും ഉയർത്തെഴുന്നേറ്റ യേശു വിജയശ്രീലാളിതനായി നിൽക്കുന്നത് കാണുമ്പോഴാകുന്നു. ഇതുകൊണ്ടാകുന്നു സായിപ്പന്മാർ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിച്ചത്. അതൊരു സുവിശേഷകൻ്റെ മരണമായിരുന്നില്ല, പിന്നെയോ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ഒരു ആശാരി യുവാവിൻ്റെ മരണമായിരുന്നില്ല, പിന്നെയോ ദൈവം ദൃശ്യനായി അവതരിച്ച് മരണം മൂലം നമുക്ക് രക്ഷ നൽകിത്തന്ന ഒരു സംഭവമായിരുന്നു. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഈ ദിവസം നമ്മൾ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചത് കൊണ്ട് ഗുഡ് ഫ്രൈഡേ ഇസ് എ വെരി ഗുഡ് ഫ്രൈഡേ. കാരണം എന്താ വെച്ചാൽ പാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചതാണ്. എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ, നിങ്ങൾ യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം ഇന്നൊന്ന് വായിക്കണം. എന്തുമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും കർത്താവ് അനുഭവിച്ചു. അത് മാത്രമല്ല, പുറം ഉഴവ് ചാലുകൾ പോലെ ഉഴുതു എന്ന് 700 വർഷത്തിന് മുമ്പേ പ്രവാചകൻ പറയുന്നു. അവിടെ വാസ്തവത്തിൽ 7 ചൂണ്ടകൾ, 7 ലെതർ ചണ പോലെയുള്ള ലെതറിൻ്റെ ചൂണ്ടകൾ കെട്ടി അടിച്ച് അതെല്ലാം ദേഹത്ത് പതിഞ്ഞു കഴിഞ്ഞ് വലിക്കുന്ന ഉടനെ ഉഴവ് ചാലുകൾ പോലെ വരികയില്ലയോ? ഈ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, കാൽവറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുകൂടാതെ അവൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു, ഒരു ഉളക്ക കൊണ്ട് അടിച്ചു. എന്തിനാ? ഇത് ഇറങ്ങണ്ടായോ? തലയോട്ടിയിൽ ഇത് ഇറങ്ങണ്ടായോ? അതിനെ ഉളക്ക കൊണ്ട് അടിച്ചു. അപ്പോൾ രക്തം കണ്ടമാനം അങ്ങ് എല്ലായിടത്തൂടെയും ചീറ്റി ഇങ്ങോട്ട് വരുമ്പോൾ 2 കണ്ണിലും ഈ ഉപ്പ് രസം ഉള്ള രക്തം വീണു. എങ്ങനെ കണ്ണ് തുടയ്ക്കും? കൈ രണ്ടും സ്വാതന്ത്ര്യമില്ലാത്തതല്ലയോ? ഇത് എപ്പോഴും അടി, ബഹളം, കുത്ത്, ഇടി എല്ലാം കൊടുത്ത് എല്ലാവരെയും കൊണ്ടുപോകുന്ന അത്രത്തോളം എല്ലാം നടത്തി. ഈ കഷ്ടത ചിന്തിക്കുമ്പോൾ ദുഃഖമല്ലയോ വരുന്നത്? കർത്താവേ, ദുഃഖമാണ്. അതുകൊണ്ട് ദുഃഖവെള്ളിയാണ്. എന്നാൽ കർത്താവ് സായിപ്പ് പറയുന്നത് പോലെ ഇതൊക്കെ കഴിച്ചെങ്കിൽ നമുക്ക് രക്ഷ കിട്ടിയല്ലോ. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഫ്രൈഡേ. ഇതാണ് ഒരു രീതിയിൽ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാവുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.